Alhamdulillah. As-salatu was-salamu ala rasulillah. A'udhu billahi minash shaitanir rajim. Bismillahir rahmanir rahim. Wa man adallu mimman yad'u min dunillahi man la yastajibu lahu ila yawmil qiyamati wa hum an du'aihim ghafilun. അഞ്ചാമത്തെ ആയത്തിൽ വമൻ സുക്കൂനുള്ള നൂൻ അവിടെ വ്യക്തമായി കേൾക്കണം, മണിക്കാൻ പാടില്ല. അദല്ലു ദ്വാദിന്റെ ഉച്ചാരണം പ്രത്യേകം ശ്രദ്ധിക്കുക. മിമ്മൻ യദഉ അവിടെ മിമ്മ ശദ്ദുള്ള മീം അവിടെ രണ്ട് ഹർക്കത്തിന്റെ സമയമെടുത്ത് മണിക്കണം. അതോടൊപ്പം അതിന് തൊട്ടടുത്ത് വന്നിട്ടുള്ള സുക്കൂനുള്ള നൂൻ അവിടെ ഇദ്ഗാം ബിഗുന്നയാണ്. മിമ്മയ്യ അവിടെ രണ്ട് ഹർക്കത്തിന്റെ സമയമെടുത്ത് അവിടെയും മണിക്കേണ്ടതുണ്ട്. യദഉ അവിടെ ദാൽ ഖൽഖലയുടെ അക്ഷരമായതുകൊണ്ട് ദ് എന്ന് യദ് മുഴുവനായി വ്യക്തമായി ആ അക്ഷരം അവിടെ കേൾക്കണം. അതോടൊപ്പം ഐനിന്റെ ഉച്ചാരണം ശ്രദ്ധിക്കുക. ഉ എന്ന ദീർഘം സാധാരണ ദീർഘമാണ്, രണ്ട് ഹർക്കത്തിൽ കൂടുതൽ നീട്ടാൻ പാടില്ല. മിൻ ദൂനില്ലാഹി അവിടെ സുക്കൂനുള്ള നൂൻ ഇഖ്ഫ ബിഗുന്നയാണ്. സുക്കൂനുള്ള നൂനിന്റെ ശബ്ദത്തെ മറച്ചു വെച്ചുകൊണ്ട് മണിക്കണം. മിൻ ദൂനില്ലാഹി മൻ ലാ അവിടെ സുക്കൂനുള്ള നൂനിന് ശേഷം ലാം ഇദ്ഗാം ബിലാ ഗുന്നയുടെ അക്ഷരമാണ്, അതുകൊണ്ട് അവിടെ മണിക്കാൻ പാടില്ല. മല്ല മ എന്ന അക്ഷരം പറഞ്ഞ ശേഷം ലാമിനെ ശബ്ദോടു കൂടി പറഞ്ഞാൽ മതി, അവിടെ ഒരല്പം പോലും മണിക്കാൻ പാടില്ല. മല്ല മല്ല യസ്തജീബു ലഹു അവിടെ ഹൂ എന്നുള്ള ദീർഘം ചേർത്ത് ഓതുന്ന സമയത്ത് അവിടെ 2, 4, 5 ഹർക്കത്തിന്റെ സമയമെടുത്ത് നീട്ടി ഓതാം. അത് മദ് സില കുബ്റയാണ്. ഇനി അവിടെ ശ്വാസത്തിന്റെ പ്രയാസം കാരണം അവിടെ നിന്നു പോവുകയാണെങ്കിൽ അവിടെ വഖഫ് ചെയ്യേണ്ടത് ലഹു എന്ന ഭാഗത്താണ് നമ്മൾ ശ്വാസം കിട്ടാതെ നിന്നു പോകുന്നതെങ്കിൽ അവിടെ ആ ഹഇന് സുക്കൂൻ നൽകിക്കൊണ്ട് ലഹ് എന്നാണ് അവിടെ വഖഫ് ചെയ്യേണ്ടത്. അങ്ങനെ വഖഫ് ചെയ്താലും വീണ്ടും അവിടെ നിന്ന് എടുത്തോതേണ്ടതുണ്ട്, കാരണം അവിടെ വഖഫിന്റെ അടയാളങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ട്. ഇലാ യൗമിൽ ഖിയാമത്തി ഇനി ഇലാ യൗമിൽ ഖിയാമത്തി എന്ന ഭാഗത്തെത്തിയപ്പോഴാണ് നമ്മുടെ ശ്വാസം നിന്ന് പോകുന്നതെങ്കിൽ അവിടെ എത്തുമ്പോൾ നമ്മൾ വഖഫ് ചെയ്തു പോകുന്നുണ്ടെങ്കിൽ അവിടെ ഇലാ യൗമിൽ ഖിയാമത്തി അവിടെയുള്ള അവസാനത്തെ അക്ഷരം ത ആണ്. അത് സാധാരണ ത അല്ല, ത മർബൂത്തയാണ്. അതുകൊണ്ട് തന്നെ അതിനെ സുക്കൂനുള്ള ഹ ആക്കിയാണ് വഖഫ് ചെയ്യേണ്ടത്. ഇലാ യൗമിൽ ഖിയാമഹ് മഹ് ഹഇന് സുക്കൂൻ നൽകി വഖഫ് ചെയ്യണം. വീണ്ടും അവിടെ എടുത്തോതുകയും വേണം, കാരണം അവിടെ വഖഫിന്റെ അടയാളങ്ങൾ ഒന്നും തന്നെ ഇല്ലാത്തത് കൊണ്ട്. വഹും ഇവിടെ സുക്കൂനുള്ള മീം വ്യക്തമായി കേൾക്കണം, മണിക്കാൻ പാടില്ല. ആദു അവിടെ സുക്കൂനുള്ള നൂനിന്റെ ശബ്ദത്തെ മറച്ചു വെച്ചുകൊണ്ട് മണിക്കണം. ഇഖ്ഫ ബിഗുന്നയാണ്. ദുആഇ അവിടെ ആ എന്നുള്ള ദീർഘം മദ് മുത്തസ്സിലാണ്. നിർബന്ധമായും അവിടെ 4, 5 ഹർക്കത്തിന്റെ സമയമെടുത്ത് നീട്ടി ഓതണം. അതോടൊപ്പം ഐനിന്റെ ഉച്ചാരണവും അവിടെ ശ്രദ്ധിക്കണം. അവിടെയുള്ള സുക്കൂനുള്ള മീം ദുആഇഹിം സുക്കൂനുള്ള മീം വ്യക്തമായി കേൾക്കണം, മണിക്കാൻ പാടില്ല. ഗാഫിലൂന ഐനിന്റെ മഖ്റജ് പ്രത്യേകം ശ്രദ്ധിക്കുക, ഹെവി ലെറ്റർ ആണ്. അവിടെ അവസാനത്തിൽ നൂനിന് സുക്കൂൻ നൽകി വഖഫ് ചെയ്യുമ്പോൾ ലൂ എന്നുള്ള ദീർഘത്തെ നമുക്ക് 2, 4, 6 ഹർക്കത്തിന്റെ സമയമെടുത്ത് നീട്ടി ഓതാം. അവിടെ മദ് ആരിദാണ്.